guys, welcome back to Mehnu channel. സ്റ്റെപ്പേറി അണച്ച് ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡും പാലും മേടിക്കാൻ പോയതാണ്. ചിക്കൻ കറി ഇന്നലെ വെച്ചതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രെഡ് കഴിക്കാമെന്ന് കൂട്ടി. അപ്പം വേണ്ട, അപ്പം എന്ത് എന്താ ഇപ്പോൾ പുറത്ത് വയ്ക്കാൻ ആരും നോക്കി ചിരിക്കില്ല. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ തിക്കാക്കുക ചിരിക്കടാ എന്ന് പറഞ്ഞിട്ട് ചിരിക്കല്ല. ഞാൻ പറഞ്ഞ സ്ട്രേഞ്ചേഴ്സിനായിട്ട് അങ്ങനെ പെട്ടെന്ന് ചിരിക്കില്ല എന്ന് പറഞ്ഞു. ഇവരിങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും ആരെങ്കിലും കണ്ടാൽ ചിരിച്ചാലായി. ഇപ്പോൾ ഇവിടെ നിന്ന് അനിയത്തിമാരെ കണ്ടാൽ പോയി ചിരിക്കില്ല. കുറച്ച് ദിവസം 2 ദിവസം കഴിയണം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ വേനൽ നോക്കുമ്പോൾ വേനൽ അറിയില്ല. അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ അവൻ്റെ ബ്രെഡും പാലും വാങ്ങി. ഇത് ഞാൻ ചിക്കൻ കറി കൂട്ടി തിന്നും. ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് എനിക്കൊരു ഷൂട്ടുണ്ട്. പർപ്പിളിൽ ഫേസസ് കാനഡ പ്രൊഡക്റ്റില്ലേ, അപ്പോൾ അത് പോകാനുണ്ട്. അപ്പം ഞാൻ ഇനി കഴിക്കട്ടെ. ഇവനെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല. ഇനി ഇവിടുത്തെ കുറേ പണിയുണ്ട്. മിനിയാന്ന് ഞാൻ ഫുള്ള് ക്ലീനാക്കി, എല്ലാം ക്ലീനാക്കി. ബാത്റൂം എല്ലാം ഒറ്റയടിക്ക് ഞാൻ ചെയ്യാറില്ല, പതിയെ ചെയ്യാറുള്ളൂ. ഓപ്പറേഷനൊക്കെ അതിന് കുട്ടിയല്ലേ, നടുവേദന എടുക്കില്ലേ. അപ്പം ഞാൻ അന്നത്തെ ദിവസം എല്ലാം ഒരുമിച്ച് ഫുള്ള് ചെയ്ത്. ഇനി അലക്കാനിടണം. ഇന്നിപ്പോൾ അധികം ആർഭാട്ടകരമായ പണിയൊന്നുമില്ല. ഞാൻ അടിച്ചു വരെ ഒന്ന് തുടക്കും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അലക്കാനിടും. കാരണം അധികം ഇരുന്ന് ക്ഷീണിച്ചതിന് വൈകുന്നേരം എനിക്ക് ഷൂട്ടിന് പോകാനുള്ളതാ. കൊച്ചിൻ്റെ വൈപ്സിൻ്റെ കവർ അവിടെ എടുക്കണത് അത് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ അവിടെ അടിച്ചു വരുമ്പോൾ ഒരുമിച്ച് അടിച്ചു വരാലാന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഫുള്ളിപ്പോൾ ഇങ്ങനെ കിടക്കണോടത്ത് തെന്നി പോവാം. അതായത് കമന്ന് ഉരുണ്ട് ഒന്നീൻ്റെയൊക്കെ പോണേ. ഇപ്പോൾ ഈ 2 ബെഡ് ഒരുമിച്ചിട്ടെങ്കിൽ പിന്നെ പുള്ളിക്കാരനെ കാണൂല. ഞാൻ രാവിലെ 1-1.5 ഉറക്കമായിരിക്കും. ഞാൻ ഇപ്പോൾ ഇവനിങ്ങനെ 2 ബെഡൊക്കെ ഇട്ട് സേഫ്റ്റിയൊക്കെ ആക്കി ഞാൻ കിടക്കുമ്പോൾ ഒച്ചയൊക്കെ ടൈലിൻ്റെ പുറത്തിങ്ങനെ ബെഡിൽ പകുതി കഷ്ണവും ടൈലിൽ പകുതി കഷ്ണമായിട്ടുണ്ടാവും. അതാണിപ്പോൾ അവസ്ഥ. കിടന്നു. ഇതെന്തോ കയറി, ഇതെങ്ങനെ കയറിയാന്ന് എനിക്കറിയില്ല. എന്തോ എങ്ങനെയോ കയറി. ഹലോ മിസ്റ്റർ, എന്ത് താങ്കളുടെ ഒരു ഇന്നത്തെ ഡേനെ പറ്റി പറയൂ. താങ്കളുടെ ഡേ എന്താണ്? തന്നെയല്ലേ ഡേ? അതെ, ഡേ തന്നെ. അപ്പം ഇന്നലെ പെട്ടെന്നൊരു മോഹം ചീസ് ബോംബ് വയ്ക്കുക. ചീസ് ബോംബെല്ല ആയിരിക്കില്ല, ലോട്ടസ് ബിസ്കോഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഞാൻ ആരുടെയോ ഓസീൻ്റെ എന്തോ വീഡിയോയിൽ ഇങ്ങനെ ഷോർട്സ് വന്ന് കിടന്നതിൽ മറ്റേ ബാംബു ബിരിയാണി ഇല്ലേ, അപ്പോൾ അവർ എവിടെയോ പോയിരിക്കില്ല. അപ്പോൾ ബാംബു ബിരിയാണിയുടെ ബാംബു ഞാൻ ഇങ്ങനെ കണ്ടു, എടുത്തില്ല വീഡിയോ. അത് കണ്ടപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ പുട്ടൂറ്റി ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ മേനൻ്റെ വെറുതെ കാണിച്ചു കൊടുത്ത്, മേന പുട്ട് ഐസ്ക്രീം തിന്നിട്ടോന്ന് വെച്ചിട്ട് പുട്ട് ഐസ്ക്രീമിൻ്റെ ഒരു ഷോർട്സ് കാണിച്ചപ്പോൾ മേനുവിന് അത് വേണം. ഞാനറിയാം എനിക്ക് ഐസ്ക്രീം വേണം, എനിക്ക് കുറേ ഐസ്ക്രീം തിന്നണം, എനിക്കത് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പുട്ട് ഐസ്ക്രീം സെർച്ച് ചെയ്യില്ല ഈ ലൊക്കേഷൻ. കാരണം അതൊരു സമയത്ത് ട്രെൻഡിങ് അല്ലേ, അത് പിന്നെ ട്രെൻഡ് കഴിഞ്ഞില്ലേ. ഞാൻ എന്നിട്ട് പുട്ട് ഐസ്ക്രീം തപ്പിയിട്ട് എവിടെയും കിട്ടുള്ള വിളിച്ചൊക്കെ ചോദിച്ചു കുറേ സ്ഥലത്ത്, എവിടെയില്ല. ഞാൻ അറിയണം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വെച്ചിട്ട് അവർക്കൊന്നും അറിയില്ല, അതൊന്നും ഇപ്പോൾ ഇല്ലല്ലോ എന്ന് പറയാൻ പറയും. ഇല്ല എന്നാലും ചോദിച്ചതാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത്, എന്നാൽ വേറെ എന്തെങ്കിലും ഉള്ളത് കാണിച്ച് കൊതിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സൈലാബാനിൽ ഇത് കാണിച്ചു കൊടുത്ത്, ബിസ്കോഫിൻ്റെ ലോട്ടസിൻ്റെ ഇത് കാണിച്ചു കൊടുത്തു. അത് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതെനിക്ക് വേണ്ട, കണ്ടിട്ട് എന്തോ ആവണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്തായാലും എന്തോ ഇങ്ങനെ ഞാൻ പറഞ്ഞ എന്നെ കൊതിപ്പിച്ചില്ലേ തിന്നാന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞാൽ എന്നാൽ പോയി തിന്നാന്ന് പറഞ്ഞിട്ട് രാത്രി അവിടെ പോയിട്ട് ഞാൻ ചീസ് ബോംബ് അയച്ച, മറ്റത് പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. ചീസ് ബോംബ് അയച്ച് നല്ലായിരുന്നു, മട്ടിക്കും പക്ഷെ വേഗം. അങ്ങനെ ഇന്നലെ അതായിരുന്നു ഡേ. ഷോർട്സ് എടുത്തിട്ടുണ്ട്. ഷോർട്സ് മിക്കവാറും ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടില്ല. ഇവനിനി കുളിപ്പിച്ചൊക്കെ ഒന്ന് കിടത്തി ഉറക്കിയിട്ടാണെങ്കിൽ ബാക്കി പണിയാണ്. പിന്നെ ഞാൻ തിന്നു കേട്ടെ. ഇന്നപ്പോൾ ഷൂട്ടിന് പോകണമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് നേരത്തെ മേനും വണ്ടി സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നേക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ടി വി ഒക്കെ വെച്ച് ഏതൊരു പാണ്ടിപ്പടം ഓർമ്മ ഞാൻ മറ്റേ പ്രേതമൊക്കെ വെച്ച് കാണുന്നു.
റിമോട്ട് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. മേനിപ്പോൾ വരും, അപ്പം കാണിച്ചാൽ പെട്ടെന്ന് മേനു പറഞ്ഞു. മേനിന് പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ കൂടെ വേണം. അത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. നോർമലി ആണുങ്ങൾ അങ്ങനെ ഒന്നല്ല, കുറേ പേര് കുറവാണ് അങ്ങനത്തെ ആൾക്കാർ. പെട്ടെന്ന് അടിച്ചു വാരി, നിങ്ങൾ കണ്ടില്ല പണിയൊന്നും ചെയ്തില്ല, പെട്ടെന്ന് അടിച്ചു വാരി ഇവനെ വേഗം കുളിപ്പിച്ച് ഞാനും കുളിച്ച് ഇവനെ ഉറങ്ങണമായിരുന്നു. ഉറക്കത്തിന് കെഞ്ചു. ഇവനെ ഉറക്കമുണ്ട് ഇപ്പോഴും, കുറച്ച് കഴിയുമ്പോൾ ഉറക്കാം. എഞ്ചിന് കാറ്റാണ്, ഇവനും കാഴ്ചാണ്. എനിക്ക് കഴിച്ചു ആരോടെ ടി വി ആണ്? എന്ത് സിനിമ കാണാ? ആര് സിനിമ? നല്ല ഒക്കെ വന്നിട്ടടി പൊന്നെ, നല്ല ഒക്കെ വന്നില്ല, ഒക്കെ വന്നില്ല. മേനു കോഫി എടുക്കാൻ പോയിട്ടാ, അവിടെ ഉണ്ട്, ഇങ്ങോട്ടെത്തും. ഭയങ്കര കോഫി മേക്കിങ്ങില് ഒരാളിരിക്കണം. ടി വിയും കണ്ട് മിക്കാറ് പുറമെ. സിനിമ അടിപൊളി. ഈ സിനിമ പണ്ടൊക്കെ ഒരു വികാരമല്ലായിരുന്നു. മേനെന്താ വരാത്ത? വാന്നങ്ങട് മതി അവിടെ ഇരുന്ന് ഉണ്ടാക്കല്. കണ്ടിട്ടില്ലാട്ട വീഡിയോ എടുക്കണം. ഓ ആ അപ്പൊ എനിക്ക് ഉണ്ടാക്കിയില്ലേ? ഞാൻ ഡൈലോഗ് അടിച്ചോണ്ട് 2 ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കണേ തോന്നണെന്ന്. 2 ഗ്ലാസ്സിലാ വെച്ചേക്കണേ. ഓക്കെ, താങ്ക് യു. അടുത്തെടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഗൈസ് വണ്ടി ഇവിടെ വെച്ച് ഇനി 2-3 ദിവസത്തിലേ കിട്ടുള്ളൂ. ഇനിയിപ്പോ 2-3 ദിവസം പണിയില്ലാണ്ട് സീരിയസ്ലി 2-3 ദിവസം പണിയില്ലാതെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായ ഒരു കാര്യമാണ്. കുറേ ദിവസം ഇങ്ങനെ ഓടി ശീലിക്കുമ്പോൾ പെട്ടെന്ന് 3 ദിവസം പണിയില്ലാണ്ട് ഇരിക്കുമ്പം ബോഡി അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം നമുക്ക് ടയേർഡായി പോകും. പണിയെടുക്കാണ്ടിരിക്കുമ്പോൾ പിന്നെ മടി വരും, അതാണ് പ്രശ്നം. എന്തായാലും അപ്പൊ 2 ദിവസം വണ്ടി ഇവിടെ വെക്കാനാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ അടുത്ത് പോയിക്കോളാൻ പറഞ്ഞു. സൈനൊക്കെ ഇട്ടെല്ലാം ഒരു വണ്ടി വന്നിട്ട് നേരെ എന്റെ സൈഡ് ഇടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇടിച്ചു. അപ്പം വണ്ടിക്ക് നല്ല ഡാമേജ് ഉണ്ട്. അതുകൊണ്ട് നമ്മള് ജസ്റ്റ് ഒന്ന് ഇൻഷൂർ എന്തായാലും ഉണ്ടല്ലോ, പുതിയ വണ്ടിയല്ലേ. അപ്പം ഞാൻ ഇതുവരെ ഇൻഷൂർ ക്ലെയിം ആക്കിയില്ല, അതിനെപ്പറ്റി അറിയുകയും ചെയ്യില്ല. അപ്പം അത് മാക്സിമം യൂസ് ചെയ്യേണ്ടവർ യൂസ് ചെയ്യണം. കാരണം ചില ആൾ സ്ക്രാച്ച് ഉണ്ടെങ്കിലും വണ്ടി ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നായിട്ട് നീട്ടിക്കൊണ്ടുപോയത് നല്ലത് അപ്പം തന്നെ ചെയ്യണതാണ്. ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ്, നമ്മൾ ഇൻഷൂർ കൊടുക്കുന്നത് വേസ്റ്റ് മാതിരിയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് ഇൻഷൂറിന് വേണ്ടിയിട്ട് പൈസ കളയുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ യൂസ് ചെയ്യാറില്ല പലരും. അതെന്തായാലും നമ്മൾ തീർച്ചയായിട്ടും മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കാം. മാക്സിമം അതാണ് എനിക്കിപ്പോൾ ഇത് പറയാനുള്ളത്. നമുക്കിനി ഊബർ ബുക്ക് ചെയ്യണം. ഇനി നമ്മൾ യൂബർ ബുക്ക് ചെയ്യണം. അപ്പം ഞാൻ യൂബർ ബുക്ക് ചെയ്യുമ്പം ഇവിടെ അടുത്ത് കുറേ വണ്ടികളുണ്ട്. അപ്പം എന്തായാലും സാധനങ്ങൾ കുറച്ച് എടുക്കാനുണ്ട്, അപ്പം തന്നെ ബുക്ക് ചെയ്യാൻ വിചാരിച്ചു. യൂബർ ബുക്ക് ചെയ്ത സ്പോട്ടിൽ തന്നെ വണ്ടി എത്തും. നമ്മളിനി പോവാടാ. കിട്ടുന്നുണ്ട് ഇവിടുന്ന്. 3 അവിടെ ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടുന്നൊക്കെ.